ഹായ് എവ്രി വൺ, ലൈഫ് സ്റ്റൈൽ അറ്റ് ബ്രിഡ്ജ് മേരിയുടെ അനദർ ഗാർഡനിങ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത്തവണത്തെ എപ്പിസോഡിൽ ഞാൻ പറയുന്നത് ഡെഡ് ഹെഡിങ്ങിനെ കുറിച്ചാണ്. അപ്പോൾ ഡെഡ് ഹെഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ വാടിയ പൂവുകൾ നമ്മൾ മുറിച്ച് കളയുന്നു. ഇപ്പോൾ അത് മെയിൻലി റോസിനാണ് ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത്. റോസിനും അതുപോലെ പിയണിക്കും എല്ലാം നമ്മൾ ചെയ്യണം. അപ്പോൾ റോസ് ചെടിയുടെ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ തണ്ടയിൽ, ആ പൂവുണ്ടായിരിക്കുന്ന തണ്ടിൽ ആദ്യത്തെ 5 ഇലയുള്ള ആ ഒരു ഇലയില്ലേ, അതിന് തൊട്ട് മേളി വെച്ച് നമ്മൾ കട്ട് ചെയ്ത് നല്ല മൂർച്ചയുള്ള സിസേഴ്സ് കൊണ്ട് കട്ട് ചെയ്ത് അങ്ങ് കളയുക ചെയ്യുന്നത്. എന്നാലേ ഉള്ളൂ കൂടുതൽ പൂക്കൾ ഉണ്ടാകാനായിട്ട് അത് ചെടിയെ പ്രേരിപ്പിക്കത്തുള്ളൂ. പിന്നെ ദേ കണ്ടോ ഇരിക്കുന്നതുണ്ടോ പച്ച കളറിൽ ഏഫിഡ്സ് ഇരിക്കുന്നത്, അത് പിന്നെ ഞാൻ വെള്ളം ഒഴിച്ച് ഹോസ് ചെയ്ത് ഫുള്ള് അതുങ്ങളെ തെറ്റിത്തെറിപ്പിച്ച് കളഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്തവണത്തെ വീഡിയോയിൽ മെയിൻലി എൻ്റെ പരിപാടി ഡെഡ് ഹെഡിങ് ആണ്. ഇത് ഇപ്പോൾ പൂക്കൾ ഉണ്ടാകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുമാതിരി എല്ലാ ദിവസങ്ങളിലും ഡ്യൂട്ടി കഴിഞ്ഞുള്ള വൈകുന്നേരങ്ങളിൽ എസ്പെഷ്യലി എൻ്റെ സ്ട്രെസ്സ് ഞാൻ റിലീവ് ചെയ്യുന്ന വൺ വേ ആണ് ഇതുപോലെ ഡെഡ് ഹെഡ് ചെയ്യുക. അങ്ങനെ തലയർത്ത് കളയുമ്പോഴത്തേക്കിന് എനിക്ക് കുറേ സ്ട്രെസ് ഇങ്ങനെ പതുക്കെ മാഞ്ഞു പോകുന്ന പോലെ എനിക്ക് തന്നെ തോന്നും. അങ്ങനെയൊക്കെയാണ് ഞാൻ എന്നെ സ്വയം അൺവൈൻഡ് ചെയ്യുന്നത്. കാരണം നമ്മുടെ സ്ട്രെസ്ഫുള്ളായിട്ടുള്ള ജീവിത സാഹചര്യവും ഡ്യൂട്ടി സാഹചര്യത്തിൽ നിന്നൊക്കെ ഒരു എസ്കേപ്പാണ് എനിക്ക് എൻ്റെ ഈ ഗാർഡനിങ്. അപ്പോൾ വീഡിയോ കാണുന്ന പോലെ ചെടികളൊക്കെ നല്ല ആർത്തുല്ലസിച്ച് നല്ല തഴച്ച് നിൽപ്പുണ്ട്. കാരണം വളയിട്ട് കൊടുത്തു കഴിഞ്ഞ് പിന്നെ ഇവിടെ ഫുൾ മഴയായിരുന്നു. മഴയത്ത് ചില ചെടികൾ അത് നന്നായിട്ട് എൻജോയ് ചെയ്തു, ചില ചെടികൾക്ക് അത് അത്ര ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഈ കാണിക്കുന്നത് നമ്മുടെ ഗാർഡനിൽ തനിയെ ഉണ്ടായി വന്ന ഒരു മത്തങ്ങയാണ്. ആ മത്തങ്ങ ചെടീനെ പതുക്കെ ഞാൻ ബാക്ക് ഗാർഡനിൽ നിന്ന് പിഴുതെടുത്ത് നമ്മുടെ വാഴയൊക്കെ നിൽക്കുന്ന ആ മൂലയിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. കിളുക്കോ ഇല്ലയോ എന്ന്, കിളുത്തോ രക്ഷപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കാം. അപ്പോൾ ഇപ്പം ഞാൻ നിൽക്കുന്നത് മുന്നുള്ള വീഡിയോകൾ കണ്ടവർക്കറിയാം, നമ്മുടെ റോസ് ഗാർഡനിലാണ്. അപ്പം ഇവിടെയാണ് കൂടുതലും ഡെഡ് ഹെഡിങ് ചെയ്യാനുള്ളത്. എല്ലാവരും തലയർത്ത് മാറ്റണം, കാരണം എന്നാലല്ലേ ഉള്ളൂ നമ്മുടെ വീടിൻ്റെ മുറ്റം നല്ല അട്രാക്റ്റീവായിട്ട് ഇരിക്കത്തുള്ളൂ. പിന്നെ ഉണ്ടല്ലോ പൊങ്ങച്ചല്ല കേട്ടോ, എനിക്കിഷ്ടം പോലെ നല്ല പോസിറ്റീവ് കമൻസ് എൻ്റെ നെയ്ബേഴ്സിൻ്റെ നിന്ന് കിട്ടാറുണ്ട്. നിൻ്റെ ഈ റോസപ്പൂക്കളൊക്കെ കാണാൻ എന്ത് ഭംഗിയാണ്. അപ്പോൾ കണ്ടോ ഞാൻ മുറിച്ച് കളഞ്ഞ കണ്ടോ, അതുപോലെ ഒരു ദാക്ഷിണ്യവും വിചാരിക്കാതെ അത് മുറിച്ച് കളയുക. അപ്പോൾ ആ ചെടി അത് ഭംഗിയായിട്ട് ഇരിക്കാനും സഹായിക്കും. അപ്പോൾ അവിടുത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇനി അടുത്തത് പിയണിയുടെ അടുത്തോട്ട് വന്നു. പിയണിയുടെ ആ ഏലിയൻ പോലെ നിൽക്കുന്ന ആ ഫുള്ള് അതെല്ലാം പൂവുണ്ടായതാണ്, അത് മുഴുവൻ പറിച്ച് കളഞ്ഞാലേ ഉള്ളൂ പിയണി പിന്നെ അതിൻ്റെ എനർജി അതിൻ്റെ റൂട്ടിലേക്ക് സംഹരിച്ച് അടുത്ത കൊല്ലം നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാകാനായിട്ട് ട്രൈ ചെയ്യത്തുള്ളൂ. അപ്പം അതിനാ പറയുന്നത്, അതിനിച്ചിരി ഈ സമയത്ത് നമ്മൾ ഇച്ചിരി വളമെല്ലാം ഇട്ട് കൊടുക്കും. പൂക്കൾ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ആ പിയണി അങ്ങനെ ഒരു ഗ്രീൻ ലീഫി ബുഷ് പോലെ ഇരിക്കുന്നതേ ഉള്ളൂ, അല്ലാതെ വേറെ രണ്ടാമതൊരു സെറ്റ് പൂവുണ്ടായി ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല. മഴയുടെ കൂടെ നല്ല കാറ്റും കൂടെ ഉണ്ടായിരുന്നതാണ് 1-2 കൊറിയാണ്ടർ ചെടിയൊക്കെ പെടന്ന് വീഴുകയും പിന്നെ എന്നാ പറയുന്നത് ചോടോടെ പെടന്ന് വീഴുകയൊക്കെ ചെയ്തു. അതൊക്കെ ഞാൻ പിന്നെ എടുത്ത് മാറ്റിയിട്ട് ഐഡി ചെയ്തു. പിന്നെ തക്കാളിക്കായ്ക്ക് ഞാനൊരു ഹെയർ കട്ട് കൊടുത്തു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഈ എക്സ്ട്രാ ആയിട്ടുള്ള ഇലയെല്ലാം പറിച്ച് മാറ്റിയിട്ട് ചെടിയുടെ ശ്രദ്ധ ഫ്രൂട്ടിങ്ങിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട്, അതായത് തക്കാളിക്കൊക്കെ നന്നായിട്ട് ഉണ്ടാകാൻ വേണ്ടിയിട്ട്. കുറേ ഇല ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ, അപ്പം അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഹെയർ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. അല്ലെ ആ തക്കാളിക്ക് ഇങ്ങനെ കാട് പോലെ കുറേ ഇലയുണ്ടാകും, പിന്നെ ഉണ്ടാകുന്ന തക്കാളിക്കൊക്കെ ചെറുതുമായിരിക്കും. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എൻ്റെ സീനിയ എല്ലാം കാണിച്ചായിരുന്നു. എൻ്റെ പിള്ളേർ നട്ട സീനിയ എല്ലാം കിളത്തു. ഹോപ്പ്ഫുള്ളി ഉടനെ തന്നെ പൂക്കളുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഇത് കണ്ടില്ലേ, ഈ മത്തങ്ങ ചെടി കുറുക്കൻ പറിച്ച് മാറ്റി വെച്ച മത്തങ്ങ ചെടി, കുറുക്കനെ ഞാൻ നല്ലതായിട്ട് തോപ്പിച്ചു. ആ മത്തങ്ങ ചെടിയിൽ പൂക്കളുണ്ടാകാൻ തുടങ്ങിയിട്ടുണ്ട് ഉടനെ തന്നെ. ഇപ്പം എല്ലാം ഫീമെയിൽ ഫ്ലവേഴ്സാണ്. ഇപ്പം എല്ലാം ഉണ്ടാകുന്നത് മെയിൽ ഫ്ലവേഴ്സാണ്. ഉടനെ തന്നെ ഫീമെയിൽ ഫ്ലവേഴ്സ് ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ എന്നാണ് ഈ ചെടി, ഇത് എനിക്ക് തോന്നുന്നു ഒരു ടൈപ്പ് മുല്ലയാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അതുപോലെ നല്ല ബ്യൂട്ടിഫുൾ മുല്ലയുടെ പോലെ സെയിം മണമാണ് ഇതിൻ്റെ പൂക്കൾക്ക്. അത് നിറച്ചും ബ്ലാക്ക് ഏഫിഡ്സ് കൂട്ടി നിൽപ്പുണ്ട്. ഞാനത് ട്രീറ്റ് ചെയ്യാൻ നോക്കിയപ്പോഴത്തേക്കിനും ഓൾറെഡി നമ്മുടെ ഒരു ലേഡി ബേർഡ് കൂട്ടൻ അവിടെ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ബാക്കി കാര്യം അവൻ നോക്കിക്കോളും. അങ്ങനെ ഇൻസ്പെക്ഷൻ ചെയ്ത് നിന്നപ്പോഴാണ് നോക്കുന്ന ഒരു സ്നെയിൽ അതിലിരിക്കുന്നുണ്ടോ. ഞാൻ ഒന്നും നോക്കിയില്ല, നിഷ്കരണം അതിനെ കൊന്നുകളഞ്ഞു. ഈ ചെടിയെ പൂവുണ്ടായി കഴിഞ്ഞാൽ ഞാൻ എപ്പോൾ ഈ വഴി വന്നാലും ഒരു ചെടി പറിച്ച് മണത്ത് അതിൻ്റെ തലയിൽ വെക്കുകയോ അല്ലെങ്കിൽ കയ്യിലിങ്ങനെ പിടിച്ച് മണത്തുകൊണ്ട് നടക്കും. പിന്നെ കണ്ടില്ലേ ഹൈഡ്രാഞ്ചിയസ് ഒക്കെ നിൽക്കുന്നത്, ഒരു മഴ അങ്ങ് പെയ്തപ്പോഴത്തേക്കിനും ആ വളമൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ നല്ല തഴച്ച് പൂക്കളാകാൻ റെഡിയായിട്ട് നിൽക്കുക. ഈ ഹൈഡ്രാഞ്ചിയുടെ പൂക്കൾ കാണാൻ എന്ത് ഭംഗിയല്ലേ. ഇത് വേറൊരു ടൈപ്പ് ഹൈഡ്രാഞ്ചിയാണ്, വാഴയുടെ സൈഡിൽ നിൽക്കുന്നത്. ഇതിൻ്റെ കളറും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ആ ലൈറ്റ് പിങ്ക് കളറ്. പിന്നെ ഇതിൻ്റെ ഷേപ്പ് ഇനി മാറി വന്നുകൊണ്ടിരിക്കും, അത് ഇനി ഒരു പൂക്കൊട പോലെയാകും. ഇത് വേറൊരു ടൈപ്പ് ഹൈഡ്രാഞ്ചിയാണ്, ഇതിൻ്റെ പേരാണ് ഹൈഡ്രാഞ്ചിയ അനബെൽ. ഇതിൻ്റെ ഫ്ലവേഴ്സ് കാണാൻ എന്ത് ഭംഗിയല്ലേ, ആ ഗ്രീനും ക്രീമിഷ് വൈറ്റും കൂടെ ആയിട്ട് നിൽക്കുന്ന കാണുമ്പോൾ തന്നെ നല്ലൊരു എലഗൻറ്റ് ലുക്കല്ലേ. ഭയങ്കര കാറ്റാണ്, ആ കാറ്റ് കണ്ടില്ലേ, എനിക്കതൊന്ന് കയ്യിൽ പിടിച്ചിട്ടായിരുന്നു എനിക്കതൊന്ന് ശരിക്കും വീഡിയോ എടുക്കാൻ പറ്റിയത്. അങ്ങനെ ഞാൻ നോക്കിയപ്പോഴത്തേക്കിനും ഞാൻ ബീൻസിന് ഒരു നെറ്റിങ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് വന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ ആ നെറ്റിങ് ഒക്കെ പിടിപ്പിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഇപ്പോൾ ഈ ചെയ്യുന്ന പരിപാടി അത് കള പറിക്കുമല്ലായിരുന്നു കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് കുറേ ഇഷ്ടംപോലെ ചീര ഉണ്ടായി വരുന്നുണ്ട്. അപ്പോൾ എല്ലാം ഇങ്ങനെ ചീരയായി കഴിഞ്ഞാൽ ബാക്കി ചെടികൾക്ക് വളം കിട്ടത്തില്ല. അപ്പം ഞാൻ ആ കുറച്ച് ചീര അങ്ങ് പറിച്ച് കളയുമായിരുന്നു.
പിന്നെ ഇനിയിപ്പോൾ എന്നെ ഡെഡ് ഹെഡിങ് എല്ലാം കഴിഞ്ഞ് ഞാൻ അകത്ത് വന്നു. ഇനിയിപ്പം കുറച്ച് കട്ട് ഫ്ലവേഴ്സ് റീപ്ലേസ് ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ ഉണ്ടല്ലോ, ഈ കട്ട് ഫ്ലവേഴ്സ് നമ്മുടെ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ അത് ലോങ് ലാസ്റ്റ് ചെയ്യാനായിട്ട് ഒരു ടെക്നിക്ക് ഉണ്ട് കേട്ടോ. അത് ഞാൻ എൻ്റെ അടുത്ത വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഇത്തവണ കട്ട് ഫ്ലവറിന് ഏത് റോസ് ചൂസ് ചെയ്യുമെന്ന് ഞാനിങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുമായിരുന്നു. പിന്നെ ഞാനൊന്നും നോക്കിയില്ല, നല്ല സ്ട്രോങ് ആയിട്ടുള്ള റോസ് ചൂസ് ചെയ്തു. കാരണം അപ്പോൾ പിന്നെ അത് പെട്ടെന്ന് കൊഴിഞ്ഞു പോകത്തില്ലല്ലോ, ലോങ് ലാസ്റ്റ് ചെയ്യുകയും ചെയ്യുമല്ലോ. അങ്ങനെ അത് പതുക്കെ പറിച്ചെടുത്തു. അപ്പം നമുക്ക് വീടിനകത്ത് നിൽക്കുമ്പോഴും നിങ്ങളെയൊക്കെ എൻജോയ് ചെയ്യണ്ടേ, എപ്പോഴും പുറത്തിറങ്ങി നിൽക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതിനാണ് ഞാൻ ഈ കട്ട് ഫ്ലവേഴ്സ് എടുത്ത് വീട്ടിൽ വെക്കുന്നത്. കാരണം നമ്മൾ ഡ്യൂട്ടിക്ക് പോകുന്നതൊക്കെ കാരണം നമ്മൾ ഗാർഡനിൽ ഇറങ്ങുന്നത് വൈകുന്നേരമൊക്കെ ആയിരിക്കും. അപ്പോൾ പിന്നെ വീടിനകത്ത് രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ഈ പൂക്കളൊക്കെ ഇങ്ങനെ നമ്മുടെ കട്ട് ഫ്ലവേഴ്സ് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാൻ എനിക്കിഷ്ടമാണ്. പിന്നെ എനിക്കതൊരു പ്രൗഡ് മൊമെൻറ്റുമാണ്, കാരണം എൻ്റെ ഗാർഡനിലെ എൻ്റെ പൂക്കളാണല്ലോ എന്നോർത്ത്. കുറച്ചൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു എങ്ങനെ അറേഞ്ച് ചെയ്യണമെന്ന്. ഞാൻ എൻ്റെ മോളോട് അത് ഡിസ്കസ് ചെയ്യുമായിരുന്നു. പിന്നെ ഞാൻ ഈ റോസ് പറിക്കണോ വേണ്ടയോ എന്ന് ആലോചിച്ച് എൻ്റെ കയ്യിൽ ഇച്ചിരി ഒരു മുള്ളും കൊണ്ട് പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല, അങ്ങ് പറിച്ചു. കാരണം അതിന് എന്ത് നല്ല മണമെന്നറിയോ, നല്ല പനിനീരിൻ്റെ മണമാണ് ആ റോസയ്ക്ക്. അപ്പോൾ ഞാനത് പല സ്ഥലത്തൊക്കെ ഡിസൈഡ് ചെയ്ത് ഒരു വിധത്തിലൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചു. കാരണം എൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലേക്കൂടെയൊക്കെ നടന്നാലും എൻ്റെ പൂക്കളെ എനിക്ക് കാണാം. അത് കഴിഞ്ഞ് കറങ്ങി ബാക്ക് ഗാർഡനിൽ വന്നപ്പോൾ എനിക്കൊരു നൈസ് സർപ്രൈസ് വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സ്ട്രോബെറീനെ കണ്ടില്ലേ, ഒച്ച് എങ്ങനെയോ അതിനെ മിസ്സായി. അങ്ങനെ ഞാനത് പറിച്ചെടുത്തു. എൻ്റെ മോനെ ഞാൻ കാണിക്കുക, കണ്ടില്ലേ എന്നും പറഞ്ഞ്. അപ്പം തന്നെ ഞാനത് കഴുകി അത് ടേസ്റ്റ് ചെയ്യുവാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്നേ വരെ ഒരു സ്ട്രോബെറിയും ഇത്ര ടേസ്റ്റി ആയിട്ട് കഴിച്ചിട്ടില്ല. കടയിൽ നിന്ന് വാങ്ങുന്ന സ്ട്രോബെറിക്കൊന്നും നമ്മുടെ വീട്ടിലുണ്ടാകുന്നതിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ബാക്കി ഞാൻ എൻ്റെ മോക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തു, അവളും എഗ്രി ചെയ്തു. പിന്നെ അടുത്തത് ഒരു ഇച്ചിരി പഴുക്കാത്തതായിരുന്നു, അതിനൊരു ചാമ്പയ്ക്കയുടെ ടേസ്റ്റ് പോലെ എനിക്ക് തോന്നി. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ആഴ്ചത്തെ വിശേഷങ്ങൾ. അപ്പോൾ കുറേ നേരം ഗാർഡനിലെല്ലാം കറങ്ങി നടന്നു കഴിഞ്ഞിട്ട് ഞാൻ പതുക്കെ എൻ്റെ സ്വിങ്ങിൽ പോയിരുന്ന് കുറേ നേരം അവിടെ ഇരുന്ന് റിലാക്സ് ചെയ്ത് ഗാർഡൻ്റെ ബ്യൂട്ടി എൻജോയ് ചെയ്തിരുന്നു. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അടിപൊളി ഒരു ഗാർഡനിങ് വീഡിയോ ആയിട്ട് അടുത്ത ആഴ്ച കാണാം. താങ്ക് യു, ബൈ.